നമസ്കാരം. ചെന്താമര എന്ന സൈക്കോ കില്ലറെ കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. കൺമുന്നിലുണ്ടായിരുന്നു ചെന്താമര. അയാൾ ആയുധം മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നതും പോലീസിന്റെ മുന്നിൽ തന്നെ. എന്നിട്ടും അനങ്ങിയില്ല. സുധാകരനും ലക്ഷ്മിയും അനക്കമറ്റ് വീണതോടെ ഇപ്പോൾ അനങ്ങിയിട്ടുണ്ട്. കാര്യമൊന്നുമില്ല. അഖിലയും അതുല്യയും നെഞ്ചുപൊട്ടി പറയുന്ന വാക്കുകൾ ഈ സർക്കാരിന്റെ തലയിൽ ഇടുത്തി പോലെയാണ് വീഴുന്നത്. ആരെല്ലാം അതിൽ കത്തിച്ചാമ്പലാകും. നെന്മാറ SHO മഹേന്ദ്രസിംഹനെ പറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ് ശരി. നെന്മാറ ഇരട്ടക്കൊലയിലെ ഒന്നാം പ്രതി. ഈ വേന്ദ്രൻ സ്റ്റേഷനകത്ത് കയറാൻ വിസമ്മതിച്ച് പുറത്തുനിന്ന ചെന്താമരയെ കണ്ടത് സിംഹമായല്ല, മുയലിന്റെ അനുസരണയോടെയെന്നും മാങ്കൂട്ടത്തിൽ. ജാമ്യ വ്യവസ്ഥകൾ കാറ്റിൽ പറത്തി നെന്മാറയെ ചോരക്കളമാക്കിയ ചെന്താമരയെ സംരക്ഷിച്ചത് ആരാണ്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. പോലീസ് കൊടുത്ത പിച്ചാത്തിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് റിജിൽ മാക്കുറ്റി, രാഷ്ട്രീയ നിരീക്ഷകൻ M ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ NP ചെക്കുട്ടി. അല്പസമയത്തിനകം റിട്ടയേർഡ് SP ജോർജ് ജോസഫിനി ചർച്ചയുടെ ഭാഗമാകും. ചെന്താമരയുടെ ബന്ധു പരമേശ്വരനും ഈ ചർച്ചയിൽ അതിഥിയായി പങ്കെടുക്കുന്നു. ആദ്യം റിജിൽ മാക്കുറ്റി. ഇപ്പോൾ ആ SHOയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊരു കണ്ണിൽ പൊടിയിടൽ എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ശ്രീ വേണു, യഥാർത്ഥത്തിൽ ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. ഇത്തരമൊരു കൊലക്കേസിലെ പ്രതി, അയാൾക്ക് ജാമ്യം കിട്ടി, കോടതിയുടെ നിർദ്ദേശം അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ നെന്മാറ പഞ്ചായത്തിൽ താമസിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവിടെ വരാൻ പാടില്ല എന്നുള്ള ഉത്തരവുണ്ടായിട്ട് പോലും ഈ പ്രതി ഈ പറയുന്നവരുടെ, അയാൾ ആദ്യം കൊലപ്പെടുത്തിയ അവരുടെ വീടിനടുത്ത് തന്നെ താമസിക്കുകയും നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവരെ ഭയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടും ഈ പരാതി ഈ കുടുംബവും അതോടൊപ്പം തന്നെ ഒരു 120-120 വരുന്ന നാട്ടുകാരും ഈ പരാതി പോലീസിൽ കൊടുത്തിട്ട് പോലും ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരയാണ്. ആ നടപടി എടുത്തിരുന്നെങ്കിൽ അയാൾക്കെതിരായി അയാളുടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് അയാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റദ്ദാക്കിക്കൊണ്ട് അയാൾക്കെതിരായുള്ള നടപടി സ്വീകരിച്ചെങ്കിൽ ഈ കൊലപാതകം ഉണ്ടാകുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ സർക്കാർ സ്പോൺസേഡ് ചെയ്ത ഒരു കൊലപാതകമായി ഈ കൊലപാതകം മാറുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്രയും വലിയൊരു പരാതി കിട്ടിയിട്ട് പോലും ഈ നാട്ടിലെ ഇന്റലിജൻസ്, പാലക്കാട് ജില്ലയിലെ ഇന്റലിജൻസ്, SP, ഇതിന് മുകളിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇല്ലേ, ഇവരൊക്കെ തേങ്ങ പറിക്കാൻ പോയതാണോ? ഇവർക്കൊക്കെ എന്താ പണി? ഈ നാട്ടിൽ നമുക്കറിയാം, സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ആളുകൾക്ക് എന്തെങ്കിലും പരാതി വരുമ്പോൾ സ്വാഭാവികമായി പോലീസ് ആക്ട് ചെയ്യുന്നു, മാധ്യമങ്ങളിൽ അതിൻ്റെ വാർത്തയാകുന്നു, വലിയ രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന നാടല്ലേ ഇത്. അപ്പോൾ ഇവരൊക്കെ സാധാരണക്കാരായതുകൊണ്ടോ, ഈ കുടുംബം സാധാരണക്കാരായതുകൊണ്ടോ, ആ കുട്ടികൾ സാധാരണക്കാരായതുകൊണ്ടാണോ പോലീസ് തിരിഞ്ഞു നോക്കാത്തത്? അല്ലെങ്കിൽ ചെന്താമര എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംഗീത കമ്പീത തിരിയാൻ പറ്റാത്ത നാട്ടിലായതുകൊണ്ട് ആ താമര എന്ന് പോട്ടപ്പോൾ പോലീസ് നടപടി എടുക്കാതിരുന്നതാണോ? എന്താണ്? ആരാണ് ഈ കൊലപാതകത്തിന് പിറകിൽ? ഇത് പോലീസിന്റെ അറിവോടുകൂടി നടന്ന കൊലപാതകമല്ലേ? ഈ പറയുന്ന പ്രതിയെ ഈ പരാതി കിട്ടി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരം അന്വേഷണം നടത്തിയിട്ടുണ്ടോ? പരിശോധിക്കണ്ടേ? അപ്പോൾ ഇത്രയും ബ്രൂട്ടലായ ഒരു കൊലപാതകത്തിലേക്ക് ഈ പ്രതിയെ വീണ്ടും നയിക്കാനുള്ള കാരണം പോലീസിന്റെയും സർക്കാരിന്റെയും അനാസ്ഥ തന്നെയാണ്. പിന്നെ എന്തിനാണ് ഇവിടെ പോലീസ്? എന്തിനാണ് സംരക്ഷണം? മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യുമ്പോൾ 40-50 വണ്ടിയിൽ എസ്കോട്ട് പോകാനും അതോടൊപ്പം തന്നെ കരികൊടി കാണിക്കുന്നവരെ തലതല്ലി പൊളിക്കാനും മാത്രമാണ് പോലീസ്. അങ്ങനെ ആ ഒരു പോലീസും മുഖ്യമന്ത്രിയുടെ ജീവന് മാത്രമാണ് ഇവിടെ സംരക്ഷണം. നാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണം വേണ്ടേ? സാധാരണക്കാരന് ജീവിക്കണ്ടേ? പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ? ഈ കൊലയാളികളിൽ നിന്ന് മുമ്പ് ആളുകൾ ഇങ്ങനെ യഥേഷ്ടം കൊല്ലപ്പെടുമ്പോൾ എന്ത് നടപടിയെടുക്കുന്നു പോലീസ്? പറവൂരിലും ഇതേ സംഭവമല്ലേ ആവർത്തിച്ച് നടന്നത്? പറവൂരിൽ നടന്ന സംഭവം ഇതുപോലെ പരാതി ഉണ്ടായിട്ട് പോലും ആ പറയുന്ന പ്രതിക്കെതിരായി ഒരു നടപടി എടുക്കാതിന്റെ പേരിലല്ലേ ആ 2 ആളുകളെ വെട്ടിക്കൊന്നത്, 3 ആളുകളെ വെട്ടിക്കൊന്നത്? ഇത് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആള് കൊല്ലപ്പെട്ടതിന് ശേഷം കുടുംബത്തെ സംരക്ഷിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ ഏറ്റെടുക്കും എന്നൊക്കെ പറയാൻ എന്തർത്ഥമാണുള്ളത്? ഈ പിണറായി വിജയന്റെ അച്ചാരം വേണോ ഇനി ആ കുടുംബത്തിന്? ആ കുടുംബ ആവശ്യമുണ്ടോ? കിട്ടേണ്ട സമയം, നീതി കിട്ടേണ്ട സമയത്ത്, സംരക്ഷണം കിട്ടേണ്ട സമയത്തല്ലേ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത്? ആ സംരക്ഷണം കൊടുക്കാതെ 2 അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ മുത്തശ്ശിയും എല്ലാം അതിദാരുണമായി കൊല്ലപ്പെട്ടപ്പോൾ ഇനി ആ കുടുംബത്തെ ഏറ്റെടുക്കും എന്ന് പറയുമ്പോൾ കൊന്നു കഴിഞ്ഞാൽ മാത്രമേ സംരക്ഷണം കിട്ടൂ. ഇത് എവിടെ എത്തിയിരിക്കുന്നു കേരളം? ശരി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, റിജിൽ ഞാൻ പറയാം. അഡ്വക്കേറ്റ് KS അരുൺകുമാറും അഡ്വക്കേറ്റ് KS അരുൺകുമാറും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. അരുണിന് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അരുൺ, ഗുരുതരമായ വിമർശനമാണ് പോലീസിന്റെ അനാസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതിപ്പോൾ റിജിൽ മാക്കുറ്റി പറയുന്നത് കൊണ്ട് അതിനൊരു രാഷ്ട്രീയ സ്വഭാവം കൽപ്പിക്കേണ്ട. അഖിലയും അതുല്യയും അത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ
വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് 2019 ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ്. 4 മാസത്തിനുള്ളിൽ കേസന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്തു, കുറ്റപത്രം കൊടുത്തു. നമുക്കറിയാം, ഒരു നീതി നിർവഹണം കൃത്യമായിട്ട് നടക്കുന്നത് പോലീസും പ്രോസിക്യൂഷനും കോടതിയും ഏറ്റവും കൃത്യതയോടെ പ്രവർത്തിക്കുമ്പോഴാണ്. ക്രൈം രജിസ്റ്റർ ചെയ്ത പോലീസ് കൃത്യമായിട്ട് അന്വേഷണം പൂർത്തീകരിച്ച് 4 മാസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കുന്നു. കുറ്റപത്രം കിട്ടിയ കേസിൽ പ്രതി ജയിലിലാണെങ്കിൽ ട്രയൽ ആരംഭിക്കുകയും പെട്ടെന്ന് തന്നെ വിചാരണ പൂർത്തീകരിക്കുകയും ചെയ്യുകയാണ് സാധാരണ നടപടിക്രമം. എന്നാൽ 2020 ആദ്യ മാസത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കോടതി വിചാരണ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് 24/5/2022 ഈ കുറ്റകൃത്യം നടന്ന ഏകദേശം 3 വർഷം എത്താറായപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യാപേക്ഷ വരുമ്പോൾ അവിടെ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കൊടുത്ത ആ ലെറ്റർ ഞാൻ വായിക്കാം. ആ അപേക്ഷ എതിർത്തുകൊണ്ട് അവരുടേതായിട്ടുള്ള മറുപടി: കേസിൽ മരണപ്പെട്ട സജിതയുടെ ബന്ധുക്കൾ അയൽവാസികളായതിനാലും പ്രതിയോട് കടുത്ത പക സൂക്ഷിക്കുന്നതിനാലും പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന പക്ഷം പ്രതിയുടെ ജീവന് ഭീഷണിയുള്ളതിനാലും സ്ഥലത്ത് ക്രമദാന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലും ഈ കേസിലെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന പക്ഷം സാക്ഷികളെ സ്വാധീനിച്ച് കേസിന്റെ സുഗമമായ നടത്തിപ്പിനെ തടസ്സപ്പെടുത്തുന്നതിന് സാധ്യതയുള്ളതിനാലും പ്രതിയുടെ ജാമ്യാപേക്ഷ നിരസിച്ച് ഉത്തരവുണ്ടാകണമെന്ന അപേക്ഷ. ഇത് 11/5/2022 പ്രതിയുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഏകദേശം 3 വർഷമായി ജയിലിൽ കിടന്നുകൊണ്ടിരുന്ന ചെന്താമരയുടെ ജാമ്യാപേക്ഷ എതിർത്തു കൊടുത്ത പ്രോസിക്യൂഷന്റെ കത്താണ്. അത് കത്ത് പരിഗണിച്ചിട്ടും കോടതി 24/5/2022 ജാമ്യം കൊടുക്കുന്നു. ആ ജാമ്യത്തിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻ നെന്മാറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പ്രതി പ്രവേശിക്കരുത് എന്നതാണ്. 1.5 വർഷങ്ങൾക്ക് ശേഷം തനിക്ക് മൂന്നാമത്തെ കണ്ടീഷനായിട്ടുള്ള ഈ കണ്ടീഷൻ, ഒരു ഡ്രൈവർ ജോലി എടുക്കുന്ന തനിക്ക് ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് തനിക്ക് ജോലിയെടുത്ത് ജീവിക്കാനുള്ള അവകാശം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്യാൻ അപേക്ഷ കൊടുക്കുന്നു. അങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ അപേക്ഷ കൊടുക്കുമ്പോഴും പ്രോസിക്യൂഷൻ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. ഓൺ ഗോയിങ് ത്രൂ ദി റിപ്പോർട്ട്, ഇത് ഉത്തരവാണ്, കോടതിയുടെ ഉത്തരവാണ് ഞാൻ വായിക്കുന്നത്. ഓൺ ഗോയിങ് ത്രൂ ദി റിപ്പോർട്ട് ഓഫ് ദി SHO കൺസേൺഡ്, it is seen that the accused and the relatives of the victim are residing within the same locality within the limit of the Nenmara police station. If the condition number 3 is lifted, there is possibility of serious threat to the life of the petitioner and other law and order issues in the locality. Having regard to the fact and circumstance of the case, I am of the considered view that the condition number 3 can be modified. In these circumstances, condition number 3 in the order dated 24/5/2024 stands modified. The petitioner shall not enter into the limit of the Nenmara Panchayat until the conclusion of the trial. ഈ ഫെബ്രുവരി മാസം 15-ാം തീയതി വിചാരണ ആരംഭിക്കാനിരിക്കുന്ന ഈ കേസിൽ വിചാരണ പൂർത്തീകരിക്കുന്നത് വരെ നെന്മാറ പഞ്ചായത്ത് അതിർത്തിയിൽ പ്രവേശിക്കരുത് എന്ന രൂപത്തിൽ ഈ കണ്ടീഷൻ മോഡിഫൈ ചെയ്തത് പ്രോസിക്യൂഷന്റെയും SHOന്റെയും ശക്തമായിട്ടുള്ള എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കോടതി ചെയ്ത കാര്യമാണ്. ഇതിൽ പഞ്ചായത്ത് അതിർത്തിയിൽ പ്രവേശിക്കരുതെന്നുള്ള കണ്ടീഷൻ പ്രതി ലംഘിച്ചതായി കൃത്യമായിട്ടുള്ള പരാതി അവിടെ ഒരു മനു, ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി, അതുപോലെ നെന്മാറ ലോക്കൽ കമ്മിറ്റി അംഗം, നിരവധി ആളുകളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഒരു പരാതി പോലീസിന് കൊടുത്തു. അതുപോലെ തന്നെ ഇതിലെ സജിത വിക്ടിമിന്റെ കുടുംബവും പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പോലീസിന് അധികാരമില്ലെങ്കിലും ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന രൂപത്തിൽ അത് കൺസേൺ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അതുകൊണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം സൂചിപ്പിച്ചു, ശക്തമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പരിശോധനയും നടപടിയും ഉണ്ടാകും. ഇപ്പോൾ ആ SHOക്കെതിരെ സസ്പെൻഷൻ അടക്കം ഉള്ള നടപടികൾ വന്നിരിക്കുകയാണ്. എവിടെയെങ്കിലും വീഴ്ചയുണ്ടോ അത് കൃത്യമായി ഗവൺമെന്റ് പരിശോധിക്കും. ഗവൺമെന്റ് കൃത്യമായി ഈ വിക്ടിമിന്റെ ഫാമിലിയോടെ തന്നെയാണ്. കൂടോത്രവും മന്ത്രവാദവും എല്ലാം തൊഴിലാക്കി മാറ്റിയവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അധാർമിക പ്രവർത്തനത്തെ സമൂഹം പിന്തുണയ്ക്കരുത്. ഗവൺമെന്റ് സംവിധാനം ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. ആ പ്രദേശത്ത് ശാഖയുണ്ടാക്കാനും RSSന്റെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ചെന്താമരയും അദ്ദേഹത്തിന്റെ ഫാമിലിയെയും എല്ലാം അവിടുത്തെ നാട്ടുകാർ ശക്തമായി ചെറുത്ത ഒരു ചരിത്രം ആ നാടിനുണ്ട്. ഏതായാലും ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് എടുക്കില്ല. രാഷ്ട്രീയ നിറത്തോടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ശരിയായില്ല. അദ്ദേഹം പറയുന്നത് എല്ലാത്തിനും ഉത്തരവാദിത്വം പോലീസാണ്, ഗവൺമെന്റ് ആണ് എന്ന രൂപത്തിൽ. പക്ഷേ അരുൺ ഇപ്പോൾ വായിച്ച ഭാഗമുണ്ടല്ലോ, അരുൺ ഇപ്പോൾ വായിച്ച ഭാഗമുണ്ടല്ലോ, അതായത് ഈ പറയുന്ന ജാമ്യ വ്യവസ്ഥ കർശനമാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ജാമ്യ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ വാദിച്ചുവെന്ന് അങ്ങ് പറഞ്ഞ് വായിച്ച വാചകങ്ങളില്ലേ, ആ വാചകങ്ങൾ ഞാൻ കേട്ടതിലെ അപാകതയാണെങ്കിൽ അങ്ങനെ തിരുത്തുക. പ്രതിയോട് കടുത്ത പക ബന്ധുക്കൾ സൂക്ഷിക്കുന്നതിനാലും പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന പക്ഷം പ്രതിയുടെ ജീവന് ഭീഷണി ഉള്ളതിനാലും, ഇതെന്ത് എതിർപ്പാണ് അരുണെ? പ്രതിയുടെ ജീവന് ഭീഷണിയുണ്ട്, പ്രതിയോട് ബന്ധുക്കൾക്ക് പക എന്ന് പറഞ്ഞാൽ അത് ആരുടെ ഭാഗത്തു നിന്നുള്ള വാദമാണ് അരുൺ? മിസ്റ്റർ വേണു,
ഏത് ഇത്തരത്തിലുള്ള അധാർമിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ജനം കൈകാര്യം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവർ സ്ഥലത്തെത്തുന്നത് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകും. പിന്നെ പോലീസ് അതിനാണ് അവിടെ നിൽക്കുന്നത്. എന്റെ ചോദ്യം ഒന്നുമല്ല, ഇതൊരു ബനാന റിപ്പബ്ലിക് ഒന്നുമല്ല. അതുകൊണ്ട് നാട്ടിലാരും ജാമ്യത്തിന് ഇറങ്ങുന്നില്ലേ? ജാമ്യത്തിൽ ഇറങ്ങുന്ന കേരളത്തിൽ എല്ലാ സ്ഥലത്തും അത്തരം പ്രതികളെ ജനം കൈകാര്യം ചെയ്യുകയാണോ? അത് കൈവച്ചാൽ മതി അരുണേ. എനിക്ക് ഈ ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. പ്രതിയോട് കടുത്ത പക ബന്ധുക്കൾ സൂക്ഷിക്കുന്നതിനാലും പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന പക്ഷം പ്രതിയുടെ ജീവന് ഭീഷണി ഉള്ളതിനാലും ആർക്ക് വേണ്ടിയുള്ള വാചകമാണിത്? അല്ല, ബന്ധുക്കൾ സൂക്ഷിക്കുന്നു എന്ന് അങ്ങക്ക് എവിടെന്നാ കിട്ടിയേ? അങ്ങ് വായിച്ചതാണ്. ഞാൻ ഒന്നോടെ വായിക്കാം. അല്ലല്ല, കേസിൽ മരണപ്പെട്ട സജിതയുടെ ബന്ധുക്കൾ അയൽവാസികളായതിനാലും പ്രതിയോട് കടുത്ത പക സൂക്ഷിക്കുന്നതിനാലും എന്ന് വെച്ചാൽ സജിതയുടെ ബന്ധുക്കൾ, ആ ബന്ധുക്കൾ അയൽവാസികൾ, അവർ അവർ പ്രതിയോട് പക സൂക്ഷിക്കുന്നു. അത് ഞാൻ നേരിട്ടങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളിതെല്ലാം വളച്ചാണെന്നേ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് അങ്ങ് ആവർത്തിക്കുന്നതും ഈ വളച്ച് ചെന്താമരയ്ക്ക് വേണ്ടി നടത്തിയ പോലീസിന്റെ ശാഖാപ്രവർത്തനമാണ്. ഇതൊക്കെ നിങ്ങൾ എത്ര തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാലും ഇത് കേൾക്കുന്നവർക്ക് ബോധ്യമുണ്ട്. ഇല്ല, അങ്ങ് ഞാൻ പറഞ്ഞത് ഖണ്ഡിക്കൂ. അങ്ങ് പറഞ്ഞ വാചകങ്ങളിൽ ഒറ്റ സെക്കൻഡ്, അതിനോട് കോടതി എങ്ങനെയാണെങ്കിൽ ഒരു ഉത്തരവും വായിക്കുകയുണ്ടായി. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് കോടതിയും എടുത്തത്. ഇഫ് ദ കണ്ടീഷൻ നമ്പർ 3 is lifted, there is possibility of serious threat to the life of the petitioner. എന്ന് വെച്ചാൽ ആരുടെ ജീവന് ഭീഷണി ഉണ്ടെന്നാണ് കോടതിയും അപ്പോൾ കണ്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടി വാദിച്ച് വാങ്ങിക്കൊടുത്ത ഇളവാണ് അരുണ ഇത്? അല്ല, നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഒരു മെറിറ്റുമില്ലാത്ത ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഒരു കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതി പുറത്തിറങ്ങിയാൽ ആ പ്രതിക്കും ചിലപ്പോൾ ലൈഫിന് പ്രശ്നം ഉണ്ടാകാം, അവിടുത്തെ ഈ കേസിലെ സാക്ഷികൾക്ക് പ്രശ്നം ഉണ്ടാകാം, ആ സാക്ഷികളെ സ്വാധീനിക്കാൻ പലതരത്തിലുള്ള ശ്രമം ഉണ്ടാകാം, നാടിന്റെ ക്രമസമാധാന ലംഘനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാം. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു ജാമ്യാപേക്ഷയെ എതിർക്കുന്നത്. അല്ലല്ല, റിജിൽ, പ്രോസിക്യൂഷനും പോലീസും എതിർത്തതിന്റെ മാഹാത്മ്യമാണ് ഇപ്പോൾ അരുൺ വായിച്ചത്. ഒറ്റ സെക്കൻഡ് അരുണേ. റിജിൽ, ഇനിയിപ്പോ എന്റെ മാത്രം ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണോ നമുക്ക് നോക്കാം. ഒരു സെക്കൻഡ്, അങ്ങയിലേക്ക് വരാം. അരുണിന്റെ അവസരമല്ല ഇവിടെ നിഷേധിക്കുന്നത്. റിജിൽ, വേഗം മറുപടി. ശ്രീ വേണു അതാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ തുടങ്ങിയതുപോലെ തന്നെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ അരുണും പറഞ്ഞത്. ഈ പ്രതിയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ആ പ്രതിയാണ് ഇവരുടെ പോലീസിന്റെ മുന്നിൽ ഏറ്റവും വലിയ, പിന്നെ അയാൾക്കാണ് സംരക്ഷണം കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്തെന്നൊക്കെയല്ലേ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ നാട്ടിനകത്ത് എത്ര പ്രതികളുണ്ട്? ഈ ജാമ്യം കിട്ടിയിട്ട് ഇറങ്ങുന്ന പ്രതികൾക്ക് എത്രയോ പ്രതികളെ ഇവർ തന്നെ സംരക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലില്ലേ? ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന വീരപരിവേഷങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ ഈ നാട്ടിനകത്ത്? ആ സർക്കാർ തന്നെയല്ലേ? അപ്പൊ ഈ പ്രതിക്ക് ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാത്ത സ്ഥലമല്ലല്ലോ നെന്മാറ. അവിടെ അരുൺ പറയുകയാണ്, ഈ പറയുന്ന മനു പരാതിക്കാരൻ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. ആ നാടിന്റെ ചരിത്രം ഈ പറയുന്ന ചെന്താമര, ആ പേര് വെച്ചുകൊണ്ട് അങ്ങ് ചില സൂചനകൾ നൽകുകയുണ്ടായല്ലോ, ചില ദുസ്സൂചനകൾ. അവിടെ ആ നാട്ടുകാർ ഇയാൾ അടക്കമുള്ളവർ നടത്തിയിരുന്ന ശാഖാപ്രവർത്തനത്തെ പ്രതിരോധിച്ചുവെന്ന്. അത് രണ്ട് നൽകുന്ന സൂചന എന്താണ്? എന്റെ വേണു, അവിടെയുള്ള 120ഓളം ആളുകൾ അവിടുത്തെ ആ ഭാഗം ഞാൻ അംഗീകരിക്കുന്നു. ഇതിന് മറുപടി മനു ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. അയാളുടെ നേതൃത്വത്തിലാണ് ഈ 120 പേര് ഒപ്പിടുന്ന ഒരു ഹർജി വരുന്നത് നാട്ടുകാരുടെ. അല്ല, അതിന് നേതൃത്വം കൊടുത്തത് മനുവാണ്. ആ മനു ഒരു ഡിവൈഎഫ്ഐ കാരനാണ്. ഒരു നാട്ടിൽ അതെ ആ പരാതി കൊടുത്ത് ഡിവൈഎഫ്ഐക്കാരൻ പരാതി കൊടുത്തിട്ട് പോലും പോലീസ് അനങ്ങിയില്ലല്ലോ. ഇപ്പൊ ഡിവൈഎഫ്ഐക്കാരനായ ഒരാൾ പരാതി കൊടുത്തു, ഇയാൾക്കെതിരായി നടപടി എടുക്കണം, എന്തേ പോലീസ് നടപടി എടുത്തില്ല? ഇപ്പൊ ഡിവൈഎഫ്ഐക്കാരൻ കൊടുത്ത പരാതിക്ക് പോലും ഞാൻ വരാം റിജിലേക്ക്. ഒറ്റ മറുപടി കൂടി. ആ ഭാഗത്ത് കോൺഗ്രസ്സുകാരും ഇല്ലേ? അതിനകത്ത് കോൺഗ്രസ്സുകാരുണ്ടോ എന്നല്ല എന്റെ, ഇത് രാഷ്ട്രീയ സംഘർഷമല്ലല്ലോ. ഇത് രാഷ്ട്രീയ സംഘർഷമാണോ? ഒരു രാഷ്ട്രീയ സംഘർഷമല്ല. ഡിവൈഎഫ്ഐക്കാരന്റെ ഉത്തരവാദിത്ത ബോധം രാഷ്ട്രീയാതീതമായി നിങ്ങളുടെ പാർട്ടിയിൽ ആർക്കും ഉണ്ടായിരുന്നില്ലേ? ഒരു മനുവിന്റെ പേര് ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ ഉത്തരവാദിത്തം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായി പോലീസ് ആക്ഷൻ എടുക്കാഞ്ഞത്? വലിയ ഉത്തരവാദിത്തത്തെ പോലീസ് എന്തുകൊണ്ട് ആ നടപടി എടുത്തില്ല? കുമാർ, ഇതിലിപ്പോ ഒരു സംഭവം നാട്ടിലുണ്ടായി, നമ്മളെല്ലാം നിശ്ചിതമായ ഭാഷയിൽ അതിനെ വിമർശിക്കുന്നു. അത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കാനും പാടില്ല. അന്ധവിശ്വാസവും അതുപോലെ കൂടോത്രവും എല്ലാം പ്രചരിപ്പിച്ച്
അത്തരം സ്വഭാവത്തോടെ ജീവിക്കുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനം, അതിനെ ശക്തമായി നേരിടാനുള്ള ഒരു പോസിറ്റീവ് ചർച്ചയാണല്ലോ നമ്മൾ നടത്തുന്നത്. അതിലേക്ക് രാഷ്ട്രീയം കുത്തിവെക്കാൻ വലിയ ശ്രമമാണ് കോൺഗ്രസിന്റെ പ്രതിനിധികൾ എല്ലാ ചർച്ചയിലും നടക്കുന്നത്. ഇപ്പൊ ഈ സജിത കൊല്ലപ്പെട്ടത് 2019 ഓഗസ്റ്റ് മാസം 30-നാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി, ഈ സംഭവം കണ്ട സാക്ഷി, ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവൈഎഫ്ഐക്കാരനാണ്. ഞാൻ പേര് പറയുന്നില്ല, കാരണം ആ സാക്ഷിയെയും കൊല്ലുമെന്ന് പറഞ്ഞ് ഈ പ്രതി നടക്കുകയാണ്. ഈ ചെന്താമര അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം പലതരത്തിലുള്ള ഭീഷണിയും ഉണ്ടായി. പക്ഷേ നമുക്കറിയാം, കോടതി സംവിധാനം ജാമ്യം കൊടുത്താൽ ബെയിൽ ഈസ് ദ റൈറ്റ്, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ, ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിട്ടും ജാമ്യം കൊടുക്കുകയാണ്. കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്യുകയാണ്. ആ കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്യുന്നതിലും ശക്തമായി പ്രോസിക്യൂഷൻ എതിർക്കുകയാണ്. പോലീസിന് ഏതായാലും ജാമ്യം ആ വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ. കൃത്യമായി ഇതിലൊരു വീഴ്ച ഞാൻ കാണുന്നത്, ഇത്തരത്തിൽ പരാതി കിട്ടുമ്പോൾ അദ്ദേഹം ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറയുമ്പോൾ, വിളിച്ചു വരുത്തുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം, തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയിക്കൊള്ളാം, തിരുപ്പൂരിലേക്ക് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് പോകുന്നു. അത് പോലീസ് വിശ്വസിക്കുന്നു. ആ സമയത്ത് പോലീസ് ചെയ്യേണ്ടിയിരുന്നത് അത് മാത്രമൊന്നുമല്ല പോലീസ് ചെയ്യേണ്ടിരുന്ന കാര്യങ്ങൾ. ഒന്നാമതായി ഈ പറയുന്ന പുഷ്പ എന്ന അയൽവാസി 3 വട്ടമാണ് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നത്. 3 വട്ടം. ആദ്യം ഇവർ പോയി പറയുന്നുണ്ട് ഇയാളുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികത. ഇയാൾ അവിടെ വീടടച്ചാണ് ഇരിക്കുന്നത്, അവിടെ ഒരു ലൈറ്റ് പോലുമില്ല, ഇയാൾ ഇരുട്ടത്താണ് ഇരിക്കുന്നത്, എന്നിട്ട് പുറത്തേക്ക് നോക്കിയൊക്കെ ഇരിക്കുകയാണ്. നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു ഈ സ്ത്രീ അടക്കം. കാരണം അവർക്കും നീണ്ട മുടിയുണ്ട്. അങ്ങേ പറയുകയാണല്ലോ അന്ധവിശ്വാസത്തിന്റെ കാര്യം. ആ അന്ധവിശ്വാസത്തിന്റെ പുറകെ ചെന്താമര പോയിക്കോട്ടെ, പുഷ്പ എങ്ങനെ അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നു? ആ കാര്യത്തിലാണ് നിങ്ങൾ മറുപടി നൽകേണ്ടത്. പുഷ്പ അന്ധവിശ്വാസത്തിന്റെ ഭാഗമല്ലല്ലോ. അപ്പൊ അവരെന്നിട്ട് പോലീസിലേക്കാണ് പോകുന്നത്. ഈ സ്റ്റേറ്റിലാണ് അവർക്ക് വിശ്വാസം. ആ വിശ്വാസം ഹനിക്കപ്പെട്ടു. 1 തവണയല്ല 3 തവണ. എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസത്തെ ഈ അരുൺ കൊലയുണ്ടല്ലോ, ആ സ്ത്രീ പറയുകയാണ് 9:45 ഞാൻ വണ്ടി കയറി പോയതുകൊണ്ട് മാത്രം ആ കൊലക്കത്തിയുടെ മൂർച്ച എന്റെ കഴുത്തിലും തെളിയിക്കപ്പെട്ടില്ല എന്ന്. എന്തൊരു അരക്ഷിതാവസ്ഥയാണ് തരുണേ. അവരവരുടെ മകളെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത് എന്റെ മകൾക്ക് ഭീഷണി, എനിക്ക് ഭീഷണി, ഞാൻ ആ നാട് വിടാൻ പോവുകയാണെന്ന് നിങ്ങൾ ഈ ഉറപ്പൊക്കെ കൊടുത്തതിന് ശേഷവും പറയുകയാണ് ആ വീട് വിട്ടു പോകാൻ പോവുകയാണ് എന്ന്. എല്ലാ നിവൃത്തികേടുമുള്ളൊരു ജീവിതമാണത്. പക്ഷെ അതെല്ലാം കൊണ്ട് അവരവിടെ നിന്ന് പോകാൻ പോവുകയാണ്. അതുകൊണ്ട് SHOയ്ക്ക് സസ്പെൻഷൻ കൊടുത്തു എന്നത് മഹാകാര്യമായി ഇവിടെ ഈ പറയുന്ന ചർച്ചയിൽ എഴുന്നള്ളിക്കരുത്. അല്ല, ഒരാളും മഹാകാര്യമായിട്ട് ഇവിടെ ഒരു എഴുന്നള്ളിപ്പലും നടത്തിയിട്ടില്ല. ഇവിടെ നടന്ന വസ്തുത സത്യസന്ധമായി ഈ ചർച്ചയിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. ഈ ചർച്ച സ്റ്റാർട്ട് ചെയ്തത് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. പോലീസ് തന്നെയാണ് ജാമ്യം കൊടുത്തത്, പോലീസ് എതിർത്തില്ല, പോലീസിന്റെ വീഴ്ചയാണെന്ന് പറയുമ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾ വസ്തുതാപരമായി ഞാൻ പറയുകയാണ്. അതെ, ശ്രീ വേണുവിന് ഇതിൽ നന്നായി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഒരു ജാമ്യാപേക്ഷ എതിർക്കാൻ പ്രോസിക്യൂഷൻ കൊടുക്കുന്ന വാചകങ്ങളിലെ വാചകത്തിന്റെ ഒരു വാചകം പറയൂ. ഇയാൾ മറ്റുള്ളവരെയും ഇപ്പോ സാക്ഷികളെ സ്വാധീനിക്കാനിടയുണ്ട് എന്ന് പറഞ്ഞല്ലോ. സാക്ഷികളെ സ്വാധീനിക്കാനിടയുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഇയാൾ ആപൽക്കരമായി പെരുമാറുമെന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? സാക്ഷികളെ സ്വാധീനിക്കുമെന്ന ഒറ്റ കാരണം കൊണ്ടാണോ ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ അതിർത്തി എന്ന് പറയുന്ന ഒരു കടുത്ത നിലപാട് പോലീസ് എടുത്തത്, പ്രോസിക്യൂഷൻ എടുത്തത്? സാക്ഷികളെ എവിടെ വെച്ച് വേണമെങ്കിലും സ്വാധീനിക്കാമല്ലോ, പല രൂപത്തിൽ ചെയ്യാമല്ലോ. അല്ല മിസ്റ്റർ വേണു, ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ക്രൈം നടന്നത് 2019 ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ്. 4-ാം ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് തുടർച്ചയായി 3 വർഷത്തോളം അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴാണ് ജാമ്യാപേക്ഷ വരുന്നത്. എനിക്കതിലൊന്നും ഒരു വിയോജിപ്പില്ല. അങ്ങ് പറഞ്ഞ ആ കാര്യങ്ങളിലൊന്നും ഒരു തർക്കവുമില്ല. അതിവേഗത്തിൽ അറസ്റ്റ്, അതിവേഗത്തിൽ ചാർജ് കൊടുക്കുന്നു, അതിന്റെ ഭാഗമായി ജാമ്യം ഇല്ലാതാക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ആ ജാഗ്രതയുണ്ടല്ലോ. അതിനുശേഷം ഈ ജാമ്യാപേക്ഷ, അതിൽ തന്നെ ഈ പറയുന്ന പ്രത്യേകമായ ഉപാധികൾ, കർശന ഉപാധികൾ ഒഴിവാക്കി കൊടുക്കണമെന്ന അയാളുടെ അഭ്യർത്ഥന ഈ ഘട്ടത്തിൽ ഒരു സമയത്ത് പോലും പറയുന്നില്ല. ഇയാൾ ആപൽക്കാരിയാണ്, ഇയാൾ ആ ബന്ധുക്കളെ വേണമെങ്കിൽ വകവരുത്തിയേക്കും, ആ ഒരു സാധ്യത എവിടെയും പറയുന്നില്ല. അയാളുടെ ജീവന് ഭീഷണിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരെയാണ് ഈ പറയുന്ന കുറ്റവാളിയായി കാണാൻ സാധിക്കുന്നതായി നിങ്ങൾ വിലയിരുത്തുന്നത്? ആരെ ആക്രമിക്കുമെന്ന ചിത്രമാണ് നിങ്ങൾ കൊടുത്തത്. ഇത് അല്ല നിരവധി വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രമുള്ള വേണു, മറ്റെല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ടപ്പോൾ ഒരു പോലീസ് എഴുതി കൊടുത്ത വാചക ഘടനയിൽ പിടിച്ചിട്ട് ഈ ചർച്ച വിജയിപ്പിക്കാനുള്ള ശ്രമമാണ് അങ്കിൾ നടത്തുന്നത്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ ഒറ്റ മിനിറ്റ് ഞാൻ പറയുമ്പോൾ മാത്രം അങ്ങ് ഇടപെട്ടാ എങ്ങനെയാ? ഞാൻ പറയട്ടെ, ഈ കേസിലെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന പക്ഷം സാക്ഷികളെ സ്വാധീനിച്ച് കേസിന്റെ സുഗമമായ നടത്തിപ്പിന് തടസ്സപ്പെടുത്തുന്നതിന് സാധ്യത ഉള്ളതിനാൽ പ്രതിയുടെ ജാമ്യാപേക്ഷ നിരസിച്ച് ഉത്തരവുണ്ടാകണമെന്ന് പറഞ്ഞത്
തുടർച്ചയായി 3 വർഷമായി അണ്ടർ ട്രയൽ പ്രസണറായി അദ്ദേഹം സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ കൊടുത്ത എതിർപ്പാണ്. ആ എതിർപ്പിന്റെ അടിസ്ഥാനത്തിൽ വാദം കേട്ടതിന് ശേഷം കോടതി ജാമ്യം അനുവദിക്കുന്നു. കാരണം വിചാരണ വൈകിച്ചു കൊണ്ടുപോകുന്നത് പ്രോസിക്യൂഷൻ അല്ലല്ലോ, കോടതിയുടെ തിരക്കിന്റെ സമയബന്ധിതമായി കുറ്റപത്രം കൊടുത്ത കേസിന്റെ വിചാരണ വായിച്ചാൽ നമുക്ക് തോന്നുക ഇയാൾ സാക്ഷികളെ സ്വാധീനിക്കുക. അത് എല്ലാ ജാമ്യത്തിലും പറയുന്നതാണ്, ജാമ്യം എതിർക്കുമ്പോഴുള്ള വാദമാണ്. എൻ്റെ ചോദ്യം അവിടെ ബാക്കി കിടക്കുന്നു. ഞാൻ നിർബന്ധപൂർവ്വം അങ്ങയിൽ നിന്ന് ഉത്തരം വാങ്ങാനും ഉദ്ദേശിക്കുന്നില്ല. ആ ഒറ്റ വാചകത്തിൽ എന്തോ ഒരു വിജയിച്ചു പോകാം ഇവിടുന്ന് എന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണയിൽ നിന്നുകൊണ്ടല്ല ഞാൻ ഈ ചർച്ച നയിക്കുന്നതും അരുൺ അതും അറിയുമെന്ന് കരുതുന്നു. പ്രശ്നം ഇതാണ്, അയാളുടെ ജീവനാണ് ഭീഷണി. അയാൾ ആക്രമിക്കപ്പെടാൻ ബന്ധുക്കളാൽ എന്ന് പറയുമ്പോൾ ആരാരെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്, ആരാരുടെ ജീവനാണ് അരക്ഷിതം എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നത് എന്ന കാര്യം ബാക്കി നിൽക്കുന്നെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കഴിഞ്ഞില്ല അരുൺ. ഈ പറയുന്ന ഈ സിംഹനുണ്ടല്ലോ അരുണെ, ഞാൻ അങ്ങയിലേക്ക് തന്നെയാണ് വരുന്നത്. ഇയാൾ ഈ പറയുന്ന ചെന്താമരയെ സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞതിന് ശേഷം ചെന്താമര സ്റ്റേഷനിൽ കയറുന്നില്ല, ഇയാൾ പുറത്തിറങ്ങി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. 120 പേരുടെ അങ്ങീ പറഞ്ഞ മനുവിനെ ഉൾപ്പെടെ അപഹസിക്കുകയാണ് നിങ്ങളുടെ സംവിധാനം. ഈ 120 പേരുടെ ഹർജി അവിടെ നിൽക്കുകയാണ്. എന്താണ് ആ ഹർജി? ആരുടെ കഴുത്തിലും ഈ കൊലക്കത്തി പാളാമെന്ന് അങ്ങനെ പറയുന്ന ഒരു ഹർജി അവിടെ ഇരിക്കുമ്പോഴാണ് പുറത്തിറങ്ങി നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന പോലെ വേദം ഓതി ഇയാളെ പറഞ്ഞു വിടുന്നത്. കഴിയുന്നില്ല, അങ്ങ് പറയുകയുണ്ടല്ലോ, അങ്ങൊരു അഭിഭാഷകനല്ലേ, ഇയാൾക്കെതിരെ കേസെടുക്കാമെന്നേ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഏറ്റവും നല്ല തെളിവെന്ന് പറയുന്നത് ഇയാൾ അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ അഖിലയും അവിടെ താമസിക്കുന്നില്ല. അഖില അവിടെ വരാതിരിക്കുന്നതിൻ്റെ കാരണം അവർക്ക് ഭയമാണ്. അവരും ഇതിൽ സാക്ഷി പട്ടികയിലുള്ളതായിരിക്കുമല്ലോ. ഈ അമ്മയെ നഷ്ടപ്പെട്ട മകളാണല്ലോ, അവരവിടെ താമസിക്കുന്നില്ല. അതടക്കമുള്ള കാര്യങ്ങൾ 120 പേരുടെ പരാതി, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ FIR എടുക്കാവുന്നതാണ്, ഇയാളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. കുറഞ്ഞപക്ഷം അതിലൊരു പ്രോപ്പർ ഫോളോ അപ്പ് നടത്തിയിരുന്നെങ്കിൽ ഇയാൾ ഈ 10 മീറ്റർ ഇപ്പുറത്ത് താമസിക്കുന്നു എന്ന കാര്യം കോടതിയിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബെയിൽ ലംഘിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പോകാമായിരുന്നു. എന്തെങ്കിലും ചെയ്തോ? യെസ്, താങ്കൾ ഇപ്പൊ ചോദിച്ചല്ലോ ഈ പരാതി 120 പേരുടെ പരാതി കിട്ടിയത് എന്നാണ്. ആ പരാതി കിട്ടിയെന്ന് താങ്കൾക്കറിയോ? ആ പരാതി കിട്ടിയത് ജാമ്യം അനുവദിച്ച് 2.5 വർഷങ്ങൾക്ക് ശേഷമാണ്. ജാമ്യം അനുവദിച്ച് 24/5/2022 ആദ്യമായി സ്റ്റേഷനിൽ ഇദ്ദേഹത്തിനെതിരെ പരാതി കിട്ടുന്നത് 29/12/2024 അതായത് ഇന്നേക്ക് ഒരു 28-29 ദിവസം മുമ്പാണ് പരാതി കിട്ടുന്നത്. ആ പരാതി കിട്ടുന്ന സാഹചര്യം, അതായത് കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്യുന്നതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. പ്രതി തൊട്ടടുത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ അക്യൂസ്ഡ് ആൻഡ് റിലേറ്റീവ് ഓഫ് ദി വിക്ടിം ആർ റിസൈഡിംഗ് വിത്തിൻ ദ സെയിം ലൊക്കാലിറ്റി വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ദി നെന്മാറ പോലീസ് സ്റ്റേഷൻ. ഇഫ് ദി കണ്ടീഷൻ നമ്പർ 3 is lifted, there is a possibility to serious threat. കൃത്യമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് മിസ്റ്റർ ഏതു കേസിലും പ്രതിക്കും സാക്ഷികൾക്കും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനും ഇതെല്ലാം കോടതി പരിഗണിക്കും. ഒരു കേസിലെ പ്രതിയാണ് എന്നതുകൊണ്ട് അയാൾക്ക് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ നിഷേധമില്ല. എത്ര ക്രൂരമായിട്ടുള്ള കൃത്യമായാലും ജാമ്യം കൊടുക്കുന്ന സംവിധാനം ഇവിടെ ഇല്ലേ? ഇവിടെ ആരെയും സംരക്ഷിക്കേണ്ടെന്ന് കൃത്യമായി ഇവിടെ പരാതി കിട്ടുന്നു. ആ പ്രതിയെ കൃത്യമായി ഏതെങ്കിലും തരത്തിൽ കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോടതിയുടെ ശ്രദ്ധയപ്പെടുത്തണം. ജാമ്യം കൊടുത്തത് കോടതിയാണ്. ആ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വീഴ്ച വന്നിട്ടുണ്ടോ? ആരെയും സംരക്ഷിക്കില്ല. അതിശക്തമായി നിയമത്തിന്റെ വഴിക്ക് പോകും. ഇന്ന് തന്നെ സസ്പെൻഷൻ ഓർഡർ കൊടുത്തു എന്നതുകൊണ്ട് അത് മഹാസംഭവമായി ഞങ്ങൾ ആരും അവതരിപ്പിക്കുന്നില്ല. ആരെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ മാതൃകാപരമായി നടപടിയെടുക്കും. ഇവിടെ വിക്ടിമിന്റെ കൂടെ തന്നെയാണ് ഈ ഗവൺമെന്റ്. അവർക്ക് നീതി പുലരാൻ അങ്ങ് അറ്റം വരെ ഈ ഗവൺമെന്റ് സംവിധാനം മുന്നോട്ട് പോകും. ശരി, ഞാൻ മറ്റത്തിലേക്ക് വരാം. അതിനു മുമ്പ് പരമേശ്വരനിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം ചെന്താമരയുടെ ബന്ധുവാണ്. ശ്രീ പരമേശ്വരൻ, ഈ ചെന്താമര ഇങ്ങനെയൊക്കെ ചെയ്തത്, ഈ പക ഇത്രയും കാലം കൊണ്ടു നടന്ന് പുറത്തിറങ്ങി വന്ന് ഈ 2 ജീവൻ കൂടി ഇന്നലെ എടുത്തത്, ഇതൊക്കെ ഈ അന്ധവിശ്വാസം കൊണ്ടാണോ? അന്ധവിശ്വാസം പറഞ്ഞാൽ മൂപ്പരുടെ ഭാര്യ വീട്ടിൽ നിന്ന് പണി വെട്ടാൻ പോയപ്പോൾ ഓടി രക്ഷപ്പെട്ടപ്പോൾ ഇത് ഈ 3-4 സ്ത്രീകൾ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാണ് അവളിന് മുടുക്കി വിട്ടത്. ഇവളാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് വിട്ടത് എന്ന് പറഞ്ഞിട്ടാണ് അവനൊരു പക. ഇപ്പോൾ വന്നതിലിപ്പോൾ ഇന്ന് 2 പേരാ കിട്ടിയുള്ളൂ. അല്ലാണ്ട് ഇന്ന് 4 പേരെങ്കിലും ഇന്നലെ പൂശിയിട്ടുണ്ടാവും. അങ്ങനെയാണ് അവന്റെ മനസ്സിലുള്ളത്. കൊടുവാളും കത്തിയും വെച്ചിട്ടാണ് നടക്കുന്നത്. കടയ്ക്ക് പോകുമ്പോഴും കത്തി വെച്ചിട്ടുണ്ടാവും, കുളിക്കാൻ പോകുമ്പോഴും കത്തി വെക്കും, പിന്നെ കത്തിയും വെച്ചിട്ടാണ് നടക്കുക. പക്ഷേ ഇവര് അവിടെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കലും പിടിക്കലും ഒക്കെ ചെയ്തത്. അല്ല, ഇപ്പൊ ഈ ശ്രീ പരമേശ്വരൻ, ഇപ്പൊ ഈ
അങ്ങനെ ഇയാള് ഈ ചെന്താമര ഈ പറയുന്ന കോഴിക്കോട് ഭാഗത്ത് ഒരു ക്വാറിയുടെ സൂക്ഷിപ്പുകാരനൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ഒരു സെക്യൂരിറ്റിക്കാരനായിട്ട്. 1 മാസം മുൻപെയാണ് അവിടുന്ന് പോയതെന്ന് പറയുന്നു. അവിടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മണികണ്ഠൻ എന്ന് പറയുന്ന ആൾ ഇന്ന് എല്ലാവരോടും സംസാരിക്കുകയുണ്ടായി. അയാൾ പറഞ്ഞത് ശ്രീ പരമേശ്വരൻ, അയാൾ പറഞ്ഞത് 2 പേരെ വകവരുത്തും, ഒരാളെ കൊന്നു, 2 പേരെ കൂടെ കൊല്ലും, എന്നിട്ട് ഞാൻ ജീവൻ ഒടുക്കും, ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ പേരെ കൊല്ലുമെന്നായിരുന്നോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? അയാൾ തന്നെ പറഞ്ഞത് 2 പേരെ കൊല്ലും, പിന്നെ സ്വയം ജീവൻ ഒടുക്കുമെന്നാണ്. അയാളുടെ അടുത്ത് 2 പേരിനെ പറഞ്ഞു. ഞങ്ങളുടെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2, 3, 4 പേരിനെ കൊല്ലുന്ന പറഞ്ഞത്. ആരെയൊക്കെയാണെന്ന് എന്റെ അറിയാം? ഭാര്യ ഒന്ന്, അവിടുത്തെ 2 ആളിന്, എന്റെ ഭാര്യ ഒന്ന്, പുഷ്പി ഒന്ന്. പിന്നെ അവരിന്റെ ഈ അമ്മനെ കൊല്ലണമെന്ന് അവനില്ല. വെട്ടിയപ്പോ അമ്മ ഓടി വന്നപ്പോ അവനെയും വെട്ടിയെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഈ തള്ളനെ കൊല്ലണമെന്നൊന്നുമില്ല. അങ്ങനെയാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ അവന്റെ കയ്യിൽ ഏത് സമയത്തും കത്തിയാണ്, കത്തിയും കൈവച്ചിട്ടാ നടക്കുക. ആ കത്തിയില് സെൻട്രലിൽ ഒരു ഓട്ടയില് ഈ വടി കുത്തിത്തുരുകിയിട്ടുണ്ട്, എന്തോ നീളം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 8 മണിക്ക് ഞങ്ങളെ ചുവട്ടിലേക്ക് പോയപ്പോൾ അവൻ വിറക് പെറുക്കിയിട്ട് വരുന്നു. ഏറ്റുമുട്ടിയപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വിറക് പെറുക്കാൻ പോയതാണ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നീ വിറക് വയ്ക്കടപ്പം നല്ലവണ്ണം പെറുക്കിക്കൊണ്ടുപോയി ചോറ് വെച്ചുണ്ട് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, ഞാനേ വേണ്ട, എൻ്റെ കയ്യിൽ എല്ലാം റെഡി, വടിവാള് എല്ലാ സാധനവും എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലായിട്ടുണ്ടാ പറഞ്ഞ് കാണിച്ചു തന്നു. കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇനി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പുലിവാലിൽ തലയിടണ്ട പറഞ്ഞു വിട്ടു. ഞാൻ പാടത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ഭാര്യ അവിടെ നിന്ന് അയാൾ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് വീണു, അങ്ങോട്ട് പോയി എടുത്തിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ ഇതേ ഓടിയിട്ട് പോകുമ്പോഴേക്കും ബൈക്ക് ആക്സിഡന്റ് അല്ല, അവന്റെ അമ്മ ഇപ്പുറത്ത് കിടക്കണോ, അവനെയും വെട്ടി കൊല്ലുകയും ചെയ്തിരിക്കും. അങ്ങനെ പോലീസിനെ വിളിച്ചു. അപ്പോൾ പോലീസ് ശരി പറഞ്ഞപ്പോൾ എൻ്റെ വന്നില്ല പറഞ്ഞപ്പോൾ മകളിനെ വിളിച്ചു. മകള് പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസുകാരന് പറഞ്ഞു ആംബുലൻസ് വന്നു. എന്നിട്ട് ഇവിടെ വന്ന ശേഷം വിളിച്ചു പറഞ്ഞ് 2 പേര് മരിച്ചു കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ 2 പോലീസുകാർ ബൈക്കിൽ വന്നിട്ട് സത്യമാണോ പറഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജീപ്പും കൊണ്ട് 2 ആൾ വന്നു. പിന്നെയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ആൾക്കാർ വന്നത്. ഇപ്പൊ കഴിഞ്ഞ തവണ ഇയാളെ പിടികൂടിയിരുന്നല്ലോ പോലീസ്. ഇപ്പോൾ ഇയാൾ എവിടെ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇപ്പോൾ കരുതുന്നത് ഇപ്പോൾ എവിടെയെന്നുള്ളതൊന്നും അറിയില്ല. മലക്ക് കയറേണ്ട വഴിയൊന്നുമില്ല. അവൻ ആ 8 മണിക്ക് സംഭവിച്ചിട്ട് മൊബൈൽ കിട്ടിയത് കിഴക്കിട്ടാണ്, മുകളിലേക്കാണ് മല, ചുവട്ടിലേക്ക് പോയിട്ട് പാടത്താണ് മൊബൈൽ കിട്ടിയത്, തല്ലിപ്പൊടിച്ച മൊബൈല്. അപ്പോൾ ചോട്ടിക്ക് തന്നെ പോയിട്ടുണ്ടാവുള്ളൂ. അതായത് ഈ മലയുടെ ഭാഗത്ത് പോയിട്ട് ബസ്സിൽ കയറേണ്ട ഗ്യാപ്പ് കിട്ടിയില്ല. മലയുടെ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകാൻ വഴിയില്ല. പക്ഷെ കഴിഞ്ഞ പോലീസ് പറയുന്നത് പടിഞ്ഞാട്ട് കഴിഞ്ഞ തവണ പോയത് അവിടുന്ന് മലക്ക് കയറിയിട്ട് രാത്രി വീട്ടിൽ വന്നു കൊണ്ടുമ്പോഴാണ് പിടിച്ചത്. ഇതിപ്പോ ഈ സുമാർ എല്ലാവരുടെയും തെരഞ്ഞു, കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ തെരഞ്ഞിട്ടും കിട്ടുന്നില്ല. എന്ത് ചെയ്തിട്ടുണ്ട് എന്താണെന്നൊന്നും അറിയാം. ചോട്ടിലേക്കാ പോയിട്ടുണ്ടാവുള്ളൂ. മൊബൈൽ കിട്ടിയത് ചോട്ടിലല്ലേ, അപ്പോ തല്ലിപ്പൊടിച്ച് കിട്ടിയത്. അപ്പൊ മുകളിലേക്ക് പോയിട്ടുണ്ടാവില്ല. മുകളിലേക്ക് പോകേണ്ട വഴിയില്ല. അപ്പോ പോലീസ് പറയുന്നത് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല, വിഷക്കുപ്പി ഒഴിഞ്ഞു കിടക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കുമോ? അത് ചെയ്യേണ്ട ഒരാളെന്ന് ആളല്ല മനസ്സിൽ കാണുന്നത്. ഇനിയിപ്പോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഒരു കാര്യം കൂടി ശ്രീ പരമേശ്വരൻ, ഈ തൃശ്ശൂര് ആവണിയങ്കാടുള്ള ഈ ജ്യോതിഷി ആരാണ്? അത്രയും അങ്ങ് ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു. കൂടുതൽ വിവരങ്ങൾ എന്താണ് അറിയുന്നത്? ഇവൻ ആവണിയങ്കാട് പോയിട്ട് അവിടെ പോയിട്ട് ഈ ചരടും ഇതൊക്കെ വാങ്ങി കെട്ടിയിട്ട് നടക്കും. അങ്ങനെ ഉള്ളൊരു രീതിയാണ് അവന്റെ. ഏതൊരു 10 ഉറുപ്പ്യ കിട്ടി ഏതെങ്കിലും ഒരു പണിക്കാരൻ ആരെങ്കിലും നല്ലതാണ് പറഞ്ഞാൽ അവിടെ പോയി നോക്കും. നോക്കിയിട്ട് അവരെന്ത് പറഞ്ഞോ അതുപോലെ ചെയ്യും. ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഭാര്യനെ വെട്ടിക്കൊന്നത് ഒരു പണിക്കാരനോട് നോക്കി മുടി കൂടുതലുള്ള സ്ത്രീയാണ് ചെയ്തത് പറഞ്ഞപ്പോ
അവൾ കുളിച്ചിട്ട് വരുന്നപ്പോൾ ഇവൾക്കാണ് മുടി കൂടുതൽ പറഞ്ഞിട്ട് പെട്ടി. അങ്ങനെ ഒരു ജാതി ഒരു ഇതാണ്. അതിന് മുഖം കണ്ടാലേ ജനങ്ങൾക്കറിയാം എന്താണ്, ആരോട് മിണ്ടൂല്ല, അങ്ങനെ പോലും കൊലകാരന്റെ മുഖമാണ്. ശരി, നന്ദി പരമേശ്വരൻ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. ശ്രീ എൻ പി ചെക്കുട്ടി, ഇവിടെ ഈ പറയുന്ന വിവരങ്ങളുണ്ടല്ലോ, ഇയാൾ ഈ വകവരുത്തിയ ആയുധവുമായി എല്ലാ ദിവസവും പകലവിടെ ഇറങ്ങി നടക്കുകയാണ്, ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ്, സ്ത്രീകളെ അടക്കം. അല്ല, യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ നെന്മാറ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു മഹാനഗരമൊന്നുമല്ല, ഒരു ഗ്രാമീണ പ്രദേശമാണ്. യഥാർത്ഥത്തിൽ ആ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ദൈനംദിനം ഒരുപാട് കേസുകളൊന്നും ഹാൻഡിൽ ചെയ്യാനുണ്ടാവില്ല. ഇത്രയും ഗുരുതരമായൊരു അന്തരീക്ഷം അവിടെ ഉണ്ടെന്ന് നേരത്തെ തന്നെ ജനങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന വിക്ടിംസിൻ്റെ ഫാമിലി നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയെ പലതവണ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസ് ഈ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയും കൊടുത്തില്ല. മാത്രമല്ല, ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ച്, ഇയാളൊരു വയലൻ്റ് സ്വഭാവമുള്ള ആളാണെന്നതിനെക്കുറിച്ച് പോലീസിന് വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഈ പോലീസ് അറിയാത്ത ആളല്ലല്ലോ. നമുക്ക് പോലീസിന് ആദ്യമായിട്ടൊരു സംഭവമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതല്ല, ഇതൊരു മുൻകാലത്ത് 3-4 വർഷം മുമ്പ് ഒരു കൊലപാതകം നടത്തിയ ആളാണ്. ഈ കൊലപാതകം നടത്തിയതിനെക്കുറിച്ച് നാട്ടിൽ ആ ഒരു വലിയ ചെറിയ ഗ്രാമമായതുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട്. പോലീസുകാർക്ക് ഈ അറിയാം. പോലീസ് പറഞ്ഞാൽ ഈ ആകാശത്ത് പൊട്ടി വീഴുന്നതല്ലോ, അവിടെയുള്ള ആളുകളാണ്. പോലീസിൻ്റെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇത് വളരെ ആപൽക്കരമായൊരു സിറ്റുവേഷനിലേക്കാണ് പോണതെന്ന് അവിടെയുള്ള പോലീസിനറിയാം. പക്ഷേ പോലീസ് ആ വിഷയം പരിഗണിക്കുന്നതില്ല. അതെ, കെ ബാബു MLA പറയുന്നുണ്ടായിരുന്നു, ഇന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, രാഷ്ട്രീയ സ്വാധീനം കൊണ്ടെങ്ങാനുമാണോ ജാമ്യം കിട്ടിയതെന്ന്. നല്ല ആർജവത്തോടെയാണ് ബാബു അപ്പോൾ പറഞ്ഞത്, ഞങ്ങളടക്കമുള്ള ആർക്കെങ്കിലും അതിൽ പങ്കുണ്ടെന്ന് തെളിയിച്ചാൽ ഇപ്പോൾ തന്നെ എല്ലാ പദവികളും രാജിവെക്കാമെന്ന്. പക്ഷേ ചില വിവരങ്ങളുണ്ട്, ഇയാളുടെ ഏതോ ഒരു ബന്ധു ക്രൈംബ്രാഞ്ചിലോ മറ്റോ ഉണ്ട്. എന്നാൽ പുഷ്പയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളോട്. ഒരു ബന്ധു പോലീസിലുണ്ട്, അയാളുടെ ആൾബലത്തിനാണ് ഇയാൾ പുറത്തിറങ്ങിയിട്ടുണ്ടാവുക എന്ന്. അതാണോ ഈ മഹേന്ദ്രസിംഹനൊക്കെ ഈ വാലും ചുരുട്ടി മുയലിനെ പോലെ അഭിനയിക്കുന്നത്? അല്ല, അതൊരു സാധ്യതയുണ്ട്. കാരണം പോലീസ് സംവിധാനത്തിനകത്ത് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ട ചില വിഷയങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള ഡിസിപ്ലിൻ ഇപ്പോൾ ഇവിടെ ഇല്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ കേരള പോലീസ് ഒരു തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ഫോഴ്സ് അല്ലാതായി മാറി? ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. നമ്മൾ ഒരിക്കലും ആ ചോദ്യം ചോദിക്കില്ല. 2016 ഈ നിലവിലുള്ള സംവിധാനം വന്ന കാലത്ത് പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്താരായിരുന്നു? അന്ന് DGP സെൻകുമാർ ആയിരുന്നു. അദ്ദേഹത്തെ മാറ്റിയ രീതിയിൽ നിന്ന് വളരെ അന്തസ്സായിട്ട് സ്വന്തം തൊഴിൽ ചെയ്തിരുന്നൊരു DGPയെ ഏതാണ്ട് ഒരു മാതിരി എന്താ പറയുക, നമ്മൾ ഇത് കറിവേപ്പിലെടുത്ത് കളയുന്ന മാതിരി DGP സ്ഥാനത്ത് നിന്ന് കളഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ഈ ഫോഴ്സിനകത്ത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്, ആളുകൾക്ക് ഒരു സെൽഫ് റെസ്പെക്ട് കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു. ഒന്ന് പെരുമ്പാവൂർ കേസ് അത് പ്രധാനമായിരുന്നു. പുറ്റിങ്ങലിന്റെ കാര്യത്തിലും വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ എത്ര ആളുകളുടെ ഒറ്റ സെക്കൻഡ് പിന്നെ ഏത് പാളയത്തിലേക്കാണ് അയാൾ പോയത് പിന്നീടാണ് പോയത്. ഞാൻ പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യേണ്ട രീതിയിലല്ല തുടക്കം മുതൽ ഈ പോലീസ് സംവിധാനത്തെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അടി നടന്നിട്ടില്ലേ? എന്തായിരുന്നു അതിന്റെ വിഷയം? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസ് സംവിധാനത്തിന്റെ നടത്തിപ്പിൽ അതിൻ്റെ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നതിൽ, അതിനെ ഗൈഡ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. അതിന്റെ ദുരന്തമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുറ്റിങ്ങൽ കേസല്ല വിഷയം. ശരി, ശ്രീ MJ ചന്ദ്രൻ, ഇവിടെ ഈ പോലീസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു സത്യമല്ലേ? ഇപ്പോൾ റിജില് പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ചർച്ചയിൽ ഇത് പോലീസ് എന്ന് പറഞ്ഞാൽ ഉടനെ അതൊരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന് പറഞ്ഞാണോ വിലയിരുത്തേണ്ടത്? ആ 2 കുട്ടികൾ ചോദിക്കുകയാണ്, ഇനി ഞങ്ങൾക്കാരാണ് ആശ്രയമെന്ന്. ഇനി അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവർക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഔദാര്യമല്ല സംരക്ഷണം എന്ന പേരിൽ വരുന്നത്. അവർക്ക് വേണ്ടിയിരുന്ന സംരക്ഷണം അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം ജീവിക്കുക എന്നതായിരുന്നു. അത് രണ്ടുമാണ് ഇല്ലാതാക്കപ്പെട്ടത്. വേണു, ഇവിടെ ഈ എല്ലാവരും ഓരോ ചോദ്യങ്ങൾ പറയുന്നുണ്ടല്ലോ. എനിക്കും എൻ്റെ അറിവിലൊന്നൊരു കാര്യം ഈ ചർച്ചയിൽ ഉന്നയിക്കാനുള്ളത്, കോടതി പറഞ്ഞ ഒരഭിപ്രായമാണ്. കോടതി ഈ ജാമ്യ ഹർജി ഇട്ടിരിക്കുന്ന ഉത്തരവിലാണ് പറയുന്നത്, കൺസിഡറിങ് ദ പീരീഡ് ഓഫ് ഡിറ്റൻഷൻ, ഐ ഫൈൻഡ് ദാറ്റ് ഫർദർ ഡിറ്റൻഷൻ ഓഫ് ദ അക്യൂസ്ഡ് വുഡ് നോട്ട് ഇൻ എനി വേ improve the prosecution case or his release would not in any way jeopardize the interest of the prosecution എന്ന് പറയുന്നത് പോലീസല്ല, കോടതിയാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ പോലീസിൻ്റെ റിപ്പോർട്ടിനെ ആശ്രയിച്ച് ഇയാൾക്ക് ബെയിൽ കൊടുക്കരുത് എന്ന് വാദിക്കുമ്പോഴാണ് ഉത്തരവിൽ കോടതി ഇപ്രകാരം പറയുന്നത് എന്ന് ഓർക്കണം. ഇത് നിർണായകമായ ഒരു വിധി പ്രസ്താവത്തിലെ വാചകമാണ് എന്നുള്ളത്
പിന്നെ ഒട്ടും ചെറുതായി കാണേണ്ട കാര്യമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഈ വിസ്താരങ്ങളിലേക്ക് വ്യാഖ്യാനങ്ങളിലേക്ക് ഒന്നും കടക്കാതെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യമുണ്ട്, ഒരേ ഒരു കോടതി കേരളത്തിൽ എന്നല്ലല്ലോ. ഒരു സെക്കൻഡ് സാർ, ഇങ്ങനെ ഒരു ഉത്തരവ് വന്നു, അതിന് മേൽക്കോടതിയിൽ പോയിക്കൂടെ? ഇതേ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷനും മേൽക്കോടതിയിലേക്ക് പോയിക്കൂടെ? അങ്ങനെ പോയ ചരിത്രമില്ലേ? അല്ലല്ല, ഈ വ്യക്തിക്ക് ജാമ്യം കൊടുത്തുകൂടാ എന്ന് പറയുന്ന ഈ വാദമുണ്ടല്ലോ, അത് ഈ കീഴ്ക്കോടതിയിൽ എന്ന പോലെ തന്നെ ഒരു തിരിച്ചടി ഉണ്ടായെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോകാമല്ലോ. അങ്ങനെ ചെയ്യുന്ന പതിവുമുണ്ടല്ലോ, അതുണ്ടായില്ല. ഓക്കെ, അല്ലാതെ താങ്കളത് പറഞ്ഞോളൂ. പക്ഷേ ഞാനത് പറയേണ്ടെന്ന് വെച്ചതാണ്. താങ്കൾ പക്ഷേ ആ ചോദ്യം വീണ്ടും അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നതുകൊണ്ട് അറിയാവുന്ന ഒരു കാര്യം കൂടെ പറയാം. പിന്നെ ഇയാൾക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്ന് മാത്രമല്ല, വിചാരണ തടവുകാരനാണ്. അയാളെ തടവിൽ വെച്ചുകൊണ്ട് തന്നെ വേണം വിചാരണ പൂർത്തിയാക്കാൻ എന്നുള്ളതാണ് പോലീസിൻ്റെ ആവശ്യം. ആ ആവശ്യവും കോടതി നിരാകരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. അതിന് കാരണവും പറയുന്നത് എന്താണെന്നറിയാമോ? കാരണം പറയുന്നത് ഫോറൻസിക് ലാബിൽ നിന്നുള്ള ചില ഫലങ്ങൾ വരാനുണ്ട്, അതുകൊണ്ട് അത്രയും കാലം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. മേൽക്കോടതി പോകുന്ന കാര്യം അതൊക്കെ മറ്റു കാര്യങ്ങൾ. ഒരു വാദത്തിന് അങ്ങയുടെ ഇത്രയും അഭിപ്രായങ്ങൾ അംഗീകരിച്ചാലും സാർ, ഈ പറയുന്ന ജാമ്യ വ്യവസ്ഥ ലംഘിച്ചല്ലോ. ആ വിവരം SHOയുടെ മുന്നിലുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറയുന്ന പോലെ ഇതിന്റെ തുടരന്വേഷണങ്ങളും നടത്തുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണല്ലോ ആ ചുമതലയിലിരിക്കുന്ന, പേര് എന്തോ ആകട്ടെ. അയാൾ ആ കർത്തവ്യം നിർവഹിച്ചോ? അല്ല, ഞാൻ പറഞ്ഞു വന്നത് തീർച്ചയായിട്ടും. ഇപ്പം ഇന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് ഈ വിഷയം സംബന്ധിച്ച് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിരിക്കുന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. എന്താണെന്നറിയാം, അദ്ദേഹം പറയുകയാണ് ഇയാൾ പരോളിലായിരുന്നു. അദ്ദേഹം കൺസീവ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം പരോളിലാണ്, ഇയാൾ ഈ കുറ്റവാളി ഈ കൊടും കുറ്റവാളി പരോളിലാണെന്ന് രമേശ് ചെന്നിത്തല പോലെ ഒരു സീസൺഡ് പൊളിറ്റീഷ്യന് പോലും പറയേണ്ടി വരുന്നത്. അങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് മറ്റൊരു കാര്യം. ഇനി ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഇടയ്ക്ക് 29-ൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഡിസംബർ 29-ൻ്റെ കാര്യം. ഡിസംബർ 29 സംഭവിച്ച എന്താണെന്നുള്ളത് താങ്കളൊന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ. പോലീസ് സ്റ്റേഷനിൽ ഈ മാസ് പെറ്റീഷൻ അതുപോലെയുണ്ട്. അത് പിന്നെ മകളുടെ പരാതിയുണ്ട്. ഈ മകളുടെ പരാതിയിന്മേൽ ഇയാളെ വിളിച്ചു വരുത്തുമ്പോൾ പിന്നെ ഈ പറയുന്ന ചെന്താമര പുറത്തുനിന്ന് അട്ടഹസിക്കുകയും വിളിച്ചു പോവുകയും ഭ്രാന്തനെ പോലെ ജൽപ്പിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് അകത്തോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, എന്നെ കാണേണ്ടവർ വേണമെങ്കിൽ വെളിയിലേക്ക് വരണം എന്നാണ് ഇയാളൊരു ഭ്രാന്തനെ പോലെ ലക്കിൽ ലഗാനും ഇല്ലാത്ത നിലയിൽ വിളിച്ചു പോകുന്നത്. അപ്പോൾ അത് ഈ ഒച്ചത്തിൽ വിളിച്ചു പോയി തുടരെ ഇങ്ങനെ പറയുമ്പോഴാണ് പോലീസുകാരെടുക്കുന്നില്ല. അപ്പോഴാണ് CI തന്നെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ മറ്റൊരു കാര്യം കൂടെ ഉണ്ടോ, പ്രധാനപ്പെട്ടൊരു കാര്യം. ഇയാൾക്ക് ഈ പരാതിയിന്മേൽ ഇയാൾക്കെതിരെ FIR ചുമത്തി ഇയാൾ റിമാൻഡ് ചെയ്യണം എന്ന ആവശ്യം പിന്നെ പരാതി കൊടുത്ത ജനക്കൂട്ടത്തിനോ പരാതി കൊടുത്ത മകൾക്കോ ഇല്ല. അതാണ് പ്രശ്നം. അവർക്ക് നല്ല നിയമസാക്ഷരത നേടി SHO എങ്ങനെ ചെന്താമരയെ കൈകാര്യം ചെയ്യണം എന്ന് പഠിപ്പിക്കണമായിരുന്നു അല്ലേ? അല്ല, ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ അഭിപ്രായം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത് ഈ കോടതി പറഞ്ഞതുപോലെ അയാളിപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കോടതി രേഖകൾ വേണു ഇയാൾ പിന്നെ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെ സുബ്രഹ്മണ്യൻ അഡ്വക്കേറ്റ് വാദിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അത് പോട്ടെ, അത് വിട്ടുകളയുക. മറിച്ച് ഇയാൾ പിന്നെ ഈ ജനക്കൂട്ടത്തിനോ മാസ് പെറ്റീഷൻ കൊടുത്തവർക്കോ ഈ മകൾക്കോ അറിയാത്ത ആളാണ് എന്നുള്ള വാദമൊന്നും എനിക്കില്ല. താങ്കൾ പറഞ്ഞതുപോലെ അവരെയൊക്കെ പഠിപ്പിച്ച് വിടണമായിരുന്നോ എന്നുള്ള വാദവും ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷേ പോലീസിൻ്റെ മുമ്പാകെ വന്ന വസ്തുത ഇതായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നത്. ഒരു ജനക്കൂട്ടം മകൾ പറയുമ്പോൾ കുറച്ചുകൂടെ ഗ്രാവിറ്റി കൂടുതലുണ്ട്. പക്ഷേ ജനക്കൂട്ടം പറയുകയാണ് ഇവനെതിരെ കേസ് ചാർജ് ചെയ്ത് അകത്തിടണമെന്നുള്ളതല്ല ഞങ്ങളുടെ ആവശ്യം. അവനെ വരട്ടി മര്യാദയ്ക്ക് ജീവിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കണം, അതേ ഉള്ളൂ കാര്യം. ആ നില പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളായിക്കോട്ടെ ഒരാൾക്കൂട്ടമായിക്കൊള്ളട്ടെ അവർ നൽകുന്ന ആഖ്യാനം എന്താണ് എന്നത് അങ്ങനെ തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ട സംവിധാനമല്ല പോലീസ്. പ്രത്യേകിച്ചും ഇയാൾ ഇറങ്ങി വന്നുകൂടാ എന്ന കർശനമായ നിലപാടെടുത്ത പോലീസ് സംവിധാനമാണല്ലോ. അതിനൊരു തുടർച്ചയുണ്ടല്ലോ. അല്ലല്ല, ഒരു നിമിഷം. ഈ പറയുന്ന ജനകീയ പെറ്റീഷനുമില്ല, ഈ പറയുന്ന മകളും പറഞ്ഞിട്ടില്ല. ഇതൊന്നുമില്ലാതെ തന്നെയാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്, പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ളത് ഇയാളെ പുറത്ത് വിട്ടുകൂടാ എന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാസ് പെറ്റീഷൻ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, മകൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് പോലീസ് അതിലൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഈ മാസ് പെറ്റീഷൻ നൽകുന്നവരുടെയും ഈ മകളുടെയും ഒരു എക്സ്റ്റൻഷൻ അല്ല പോലീസ്.
പോലീസ് എന്ന് പറയുന്നത് നിയമ സംവിധാനത്തിൻ്റെ തുടർച്ചയാണ്. അതിലൊരു നിലപാട് അവരെടുത്തിരുന്നു. അതിൽ നിന്നുള്ള പിന്മാറ്റം എന്തുകൊണ്ടാണ് 2 ജീവൻ ബലികൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോയത് എന്നതാണ് പ്രധാനം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇവിടെ അതെ, അതെ. തൃശ്ശൂരുകാരൻ ജ്യോതിഷി ചെയ്ത അതേ പ്രവൃത്തിയാണ് ഈ പറയുന്ന ചെന്താമരയ്ക്ക് വേണ്ടി നെന്മാറ പോലീസ് സ്റ്റേഷനും ചെയ്തിരിക്കുന്നത്. ഞാൻ ഇടവേളയിലേക്ക് പോകും. പോലീസ് കൊടുത്ത പിച്ചാത്തിയോ എന്ന സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. റിട്ടയർഡ് SP ജോർജ് ജോസഫും ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ് തത്സമയം. ശ്രീ ജോർജ് ജോസഫ്, ഈ പോലീസിന് ആരുടെ ജാമ്യം റദ്ദാക്കണം, ആര് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ട് ഉണ്ട് ഇല്ല, ഇതിനെപ്പറ്റിയൊക്കെ നല്ല അറിവും ബോധ്യവുമാണ്. PK ഫിറോസ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഈ പറയുന്ന ജാമ്യം ഇനി എന്താണോ കോടതി കൊടുത്തത് അത് ഇനി അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞ് നിയമ നടപടികളിലേക്ക് അതിദ്രുതം പോയ പോലീസാണിത്. അപ്പോൾ ചെന്താമരയുടെ കാര്യത്തിൽ ഉണ്ടായ വീഴ്ച എന്ന് പറയുന്നത് അത് യാദൃച്ഛികമാണോ, ഈ പോലീസ് സംവിധാനം ആരുടെ പിന്നാലെ പോകുന്നു എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യമാണോ? ഇല്ല വേണുജി, ഞാൻ അത് വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. നമ്മളൊരു പോലീസുകാരനായിരുന്നല്ലോ. ഈ ജാമ്യത്തിൻ്റെ പുറകെ ക്യാൻസൽ ചെയ്യാൻ കോടതി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഹൈക്കോടതി പോകണം, അതിന് സമയമെടുക്കും. മറ്റൊന്ന്, കൊലക്കേസ് പ്രതി ആ വീടിൻ്റെ മുമ്പിൽ ജാമ്യത്തിറങ്ങിയ ശേഷം, ഞാൻ അവിടെ പോലാണ് തുടങ്ങുന്നത്, ജാമ്യത്തിറങ്ങിയ ശേഷം വെട്ടുകത്തിയായിട്ട് അവിടെ കൊല്ലാനായിട്ട് വന്നാൽ പോലീസ് എന്ത് ചെയ്യണം? പോലീസ് ചെയ്യേണ്ടത് 41 102 അവനെ അറസ്റ്റ് ചെയ്യുക, 102 അവൻ്റെ കയ്യിരിക്കുന്ന വെട്ടുകത്തി മാസ്റ്റർ എഴുതുക, അതിനുശേഷം അറ്റംപ്റ്റ് ടു മർഡർ, അവരെ കൊല്ലാനല്ലേ വന്നത് 307, അതനുസരിച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണ്ടേ? അല്ല, ഇതിന് മുൻപ് പിച്ചാത്തിയായിട്ട് അങ്ങോട്ട് കൂടെ നടന്നിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ കൂടാതെ ശ്രീ MJ അച്യുതൻ പറഞ്ഞു കേട്ടില്ലേ, നാട്ടുകാർ പോയി പരാതി പറഞ്ഞെങ്കിലും പിടിച്ചകത്തിടണമെന്ന് പറഞ്ഞില്ല, ഒന്ന് വിരട്ടി വിട്ടേക്കെന്നാണ് പറഞ്ഞതെന്നാണ്. അവിടുത്തെ അതല്ല ചെയ്യേണ്ടത്. പോലീസ് വെട്ടുകത്തിയായിട്ട് അവിടെ പ്രവേശിക്കരുത് ഇല്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ട സ്ത്രീകളും അവിടുത്തെ പുരുഷന്മാരും ധാരാളം പേരും 120 പേര് ഒപ്പിട്ട് കൊടുത്തില്ലേ? ഇവൻ വെട്ടുകത്തിയായിട്ട് അവിടെ വെട്ടുകത്തി അല്ലെ കൊടുവാൾ രാകുന്ന കണ്ടു. അപ്പോൾ എന്താ ചെയ്യേണ്ടത് പോലീസ്? പോലീസിന് വിവരമില്ല എന്നാണ് ഞാൻ പറയണത്. അതിനകത്ത് SHO മാത്രം പോരാ, DYSP SP കൂടെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. കാരണം ആ സൂപ്പർവൈസറി ലാപ്സസ് അവരുടെ ഭാഗത്തുനിന്ന് വന്നു. നമുക്ക് ചെയ്യേണ്ടത് 41 102 CRPC, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ 106 35 BNS, അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്തില്ല അയാൾ. അവിടെയാണ് പരാജയപ്പെട്ടത്. അല്ലെങ്കിൽ മർഡർ ഉണ്ടാവില്ലായിരുന്നു. അയാൾ വെട്ടുകത്തിയായിട്ട് കൊടുവാളുമായിട്ട് വീടിൻ്റെ മുന്നിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യണം. അതെന്താണ് ചെയ്യാത്തത്? അയാൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ DYSP SP അത് ചെയ്യണം. മർഡർ കേസാണ്, അവരാണ് അത് സൂപ്പർവൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചാർജ് കൊടുത്തെന്ന് പറഞ്ഞ് വീണ്ടും അവൻ കൊല്ലാൻ വന്നിരിക്കുകയാണ്. ഇവിടെ പോലീസ് പരാജയപ്പെട്ട് പോലീസിന് വിവരമില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞങ്ങളാണെങ്കിൽ അവിടുത്തെ വിവരമുള്ള പഴയ ഏതെങ്കിലും ഒരു പോലീസുകാരനാണെങ്കിലും ശരി, അപ്പോഴേ ഇവനെ അറസ്റ്റ് ചെയ്യും. വെട്ടുകത്തിയായിട്ട് 307 ചേർത്ത് റിമാൻഡ് ചെയ്ത് കളയും. പിന്നെ അവൻ വെളിച്ചം കാണൂല. അത് ചെയ്യാത്തതാണ് ഇവിടെ പറ്റിപ്പോയത്. അതുകൊണ്ടാണ് നമ്മൾ 2 ജീവനെ വിലയേറിയ 2 ജീവൻ നമുക്ക് നഷ്ടമായി. ഇനിയും നഷ്ടമാകുന്നതാണ് ഞാൻ പറയുന്നത്. കാരണം അയാൾ ഒരു സ്ക്രിസോഫീനിയ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അയാൾ അബ്നോർമൽ ബിഹേവിയർ ആണ് അയാൾ പലയിടത്തും കാണിക്കുന്നത്. ഒരു സെക്കൻഡ് ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇപ്പൊ ഇയാളെ നെന്മാറ പോലീസ് വിളിക്കുകയുണ്ടായി. വിളിച്ചപ്പോൾ ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ, അയാൾ അവിടെ വന്ന് ഒരു ഭ്രാന്തനെ പോലെ ജൽപ്പനങ്ങൾ നടത്തി. അപ്പോൾ പോലീസുകാരും അങ്ങോട്ടേക്ക് അടുത്തില്ല. SHO, ധൈര്യവാനായ SHO ഇറങ്ങി വന്ന് ഇയാളെ ഉപദേശിച്ചു വിട്ടു. ഇതാണോ വേണ്ടത്? അതല്ല വേണ്ടത്. അവർക്ക് തെറ്റിപ്പോയി. അവർക്ക് ഗൈഡൻസ് ഇല്ലായിരുന്നു അവിടുത്തെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് DYSP SP ആ ഗൈഡ് ചെയ്യണവരെ. ആ കൊലക്കേസ് ഉണ്ടായ ആരാണ് അത് സൂപ്പർവൈസ് ചെയ്യുന്നത്? SHO അല്ല, മോളിരിക്കുന്ന ആളാണ്, DYSP SP ആണ്. അതിവിടെ ഉണ്ടായില്ല. 120 പേര് ഒപ്പിട്ട് കൊടുത്തു. ആ ആ പിതാവും കൂടെ ചെന്ന് പറഞ്ഞു ഞങ്ങളെ കൊല്ലും. അത് തന്നെ പോലീസ് എന്തുകൊണ്ട് ഈ 3 ഉദ്യോഗസ്ഥന്മാരും അത് ചിന്തിച്ചില്ല? ഒരു 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 ജ്യോതിഷിയുടെ ഇത് വെച്ചിട്ടാണ് സുജാതയെ കൊന്നത്. സുജാതയെ കൊന്ന ശേഷം ഇനിയും 2 പേരെ കൂടെ കൊല്ലാനുണ്ടെന്ന് അവൻ പറഞ്ഞു നടന്ന് അവിടുത്തെ കുറേ സ്ത്രീകൾ പറഞ്ഞ് കേട്ടായിരുന്നല്ലോ വേണു. എന്നാണെന്നറിയാവോ? അവനെ ഇങ്ങോട്ട് വിട്, പോലീസ് കഴിവില്ല, പോലീസ് ചെയ്യില്ല, അവനെ ഇറക്കി വിട്, ഞങ്ങൾ 4-5 പേര് മരിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ അവനെ കൊല്ലും. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഒരു സെക്കൻഡ് ഈ ചെന്താമരയെ പറ്റി പറയുന്നത് എന്താണെന്നറിയാമോ? അയാൾ ഈ ജയിലിൽ കിടക്കുന്ന ഘട്ടത്തിൽ തടവുകാരുമായി ഒന്നും അമാന്യമായി പെരുമാറിയിട്ടില്ല, പോലീസിന് തലവേദന ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ ഷെറിൻ ചെയ്തിട്ടുണ്ട്. ആ ഷെറിന് വേണ്ടി ഇപ്പോൾ കൃത്യമായി ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇയാളെപ്പറ്റി പറയുന്ന കാര്യമാണത്.
ഇയാൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പുറത്തിറങ്ങി വന്നിട്ടും അങ്ങനെ ഒരു പ്രവൃത്തിയും ഇതുവരെ ചെയ്തതായി ആരുടെയും തെളിവുകളില്ല. പക്ഷെ അങ്ങ് ശ്രദ്ധിച്ചല്ലോ, ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സുധാകരൻ്റെ ശരീരത്തിൽ 8 വെട്ടാണ്. കയ്യിലും കാലിലും കഴുത്തിലും തലയിലുമാണ് വെട്ടിയിരിക്കുന്നത്. വലത് കൈ അറ്റ് നീങ്ങിയിട്ടുണ്ട്. കഴുത്തിൻ്റെ പിറകിലെ വെട്ടാണ് മരണകാരണം. ഇവിടെ നേരത്തെ ഒരു ബന്ധു വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ലക്ഷ്മിയെ അങ്ങനെ കൊല്ലാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, വന്ന് തടഞ്ഞപ്പോഴാണ് വെട്ടിയതെന്ന്. അതിൻ്റെ വിശേഷങ്ങളുമുണ്ട്. ലക്ഷ്മിയുടെ ശരീരത്തിൽ 12 വെട്ടുകൾ. ആ ശരീരത്തിൽ അതിക്രൂരമായ മുറിവുകളാണ് ഏറ്റിരിക്കുന്നത്. കണ്ണിൽ നിന്ന് ചെവി വരെ നീളുന്ന ആഴത്തിലുള്ള മുറിവ്, അത് മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നു. അപ്പോൾ വന്ന് തടഞ്ഞ ഒരാളോടുള്ള പെട്ടെന്നുള്ള രോഷപ്രകടനമായിരുന്നോ ലക്ഷ്മിയോട് തീർത്തത്? സുധാകരന്റെ 12 വെട്ടുകൾ നൽകുന്ന സൂചന എന്താണ്? അതെ, പരമേശ്വരന്റെ വാചകം ഞാൻ കേട്ടു വേണു. അയാൾ ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് ആണ്. അയാൾ ഇതിന്റെ പങ്കാണെന്ന് എനിക്ക് സംശയം. ആരാണ് ഇയാളെ ജാമ്യത്തിൽ ഇറക്കിയത്? ആ 2 ജാമ്യക്കാരും തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം. അമ്മയും സഹോദരനും എന്നാണ് കേൾവി. ആ ജ്യോതിഷി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതുകൊണ്ടായാലും ശരി, അതിന്റെ കൂട്ടുനിന്നവരെ അബറ്റേഴ്സാണ്. പോലീസ് അടുത്ത കേസ് എടുക്കാത്തത്. ഇനിയുള്ള ഉദ്യോഗസ്ഥന്മാരത് അടുത്ത കേസ് 41, 102 തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യേ. ഇപ്പം പിടിച്ചാൽ 41, 102 ഇവൻ്റെ വെട്ടുകത്തിയുണ്ട്. ഇവനെ അത് അറസ്റ്റ് ചെയ്തിട്ട് 307 കേസെടുത്ത് ഇവനെ റിമാൻഡ് ചെയ്യേ. അല്ലാതെ ആ കേസിന്റെ ജാമ്യം ഒക്കെ വരാൻ അതിന് സമയമെടുക്കും. ഒരു കാര്യം കൂടി ശ്രീ ജോർജ് ജോസഫ്, ഈ എസ് പി അജിത് കുമാറിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, 29-ന് ബെയിൽ വയലേറ്റ് ചെയ്തെന്നത് പോലീസിന്റെ കൺമുന്നിൽ നടന്നതല്ലേ, അത് മനസ്സിലായതല്ലേ, എന്നിട്ട് നടപടി എന്താണ് എടുക്കാത്തതെന്ന്. മറുപടി കേട്ടോ, പോലീസിന്റെ ചെറിയ എന്തെങ്കിലും വീഴ്ച ആണെങ്കിൽ ഞങ്ങളത് അന്വേഷിക്കും. എങ്ങനെ ഇയാൾക്ക് പറയാൻ കഴിയുന്നു? ഉപയോഗിച്ച വാക്കാണ് ചെറിയ എന്തെങ്കിലും വീഴ്ച. അയാൾ ആ പോസ്റ്റിലിരിക്കാൻ അൺഫിറ്റ് ആണെന്നാണ് ഞാൻ പറയണേ. ഈ 2 പേർക്കും യാതൊരു മെച്യൂരിറ്റി ഇല്ല. പോലീസ് വർക്ക് എന്താണെന്ന് അറിയത്തില്ല DYSP SPക്ക്. അവർ ഈ SHOയുടെ കുറ്റം കണ്ടുപിടിച്ച് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അതല്ല ചെയ്യേണ്ടത് മേലുദ്യോഗസ്ഥന്മാർ. അവിടുത്തെ ADGPയും DGPയും ചെയ്യേണ്ടതും ആഭ്യന്തര വകുപ്പും ചെയ്യേണ്ടതല്ല. ഇവരെ 2 പേരും സസ്പെൻഷൻ നിർത്തണം. അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. SP-യുടെ ഭാഗത്തും DYSPയുടെ ഭാഗത്തും വീഴ്ച വന്നു കഴിഞ്ഞു. അങ്ങയുടെ മറുപടി ഞാൻ റിജിലേക്ക് വരാം, സമയം കഴിയുകയാണ്. ആദ്യം അരുൺ. അല്ല, ഈ റിട്ടയർഡ് SP 4 തവണയാണ് പോലീസുകാർക്ക് വിവരമില്ല എന്ന് പറയുന്നത്. ഇത് സാധാരണ റിട്ടയർഡ് ആകുമ്പോൾ എല്ലാവർക്കും തോന്നുന്നതാണ്, അവരിയ്ക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയിരുന്നു, റിട്ടയർ ആയി കഴിയുമ്പോൾ പോലീസ് മുഴുവൻ പോക്കാണെന്ന്. ഇവിടെ ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞു, ഇവിടെ ആ കുടുംബത്തോടൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്താണ് സംഭവിച്ചത്. അന്ധവിശ്വാസവും കൂടോത്രവും എല്ലാം കൂടപ്പറപ്പായിട്ട് കൊണ്ടു നടന്ന് ഇത്തരത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലാത്ത പഞ്ചായത്തിലേക്ക് പ്രവേശിച്ച് ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തി. ഏറ്റവും പെട്ടെന്ന് ആ പ്രതിയെ പിടിക്കാനും മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാനും എല്ലാ വിഭാഗം ആളുകളും വിജിലന്റ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ, ആർക്ക് പറ്റിയിട്ടുണ്ടോ, മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഗവൺമെന്റ് അത്തരത്തിൽ നടപടിയെടുക്കും. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടതി അനുവദിച്ച ജാമ്യം, കോടതി അനുവദിച്ച ജാമ്യ വ്യവസ്ഥയിലുള്ള ഇളവ്, ഇവയെല്ലാം നിലനിൽക്കുമ്പോൾ പോലീസിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാർ, ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ, ഇവിടെ ഏറ്റവും അവസാനം സംസാരിച്ച റിട്ടയർഡ് SP തന്നെ പറഞ്ഞല്ലോ, ആ പ്രതിയെ അങ്ങ് കിട്ടട്ടെ, കൈയും കാലും ഞങ്ങൾ വെട്ടിയെടുക്കാം, ഞങ്ങളിൽ 3-4 പേർ മരണപ്പെട്ടാലും ആ പ്രതിയെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അങ്ങ് ആദ്യം വേണു എന്നോട് ചോദിച്ചു, പ്രതിയുടെ ജീവൻ അപകടമാണ് എന്ന് നിങ്ങൾ എഴുതിയല്ലോ. എല്ലാ ക്രിമിനൽ കേസിലും അത് തന്നെയാണ്. സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കുമ്പോൾ നാട്ടുകാർ നിയമം കയ്യിലെടുക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകും. അവിടെ പ്രതിക്ക് പരിക്കേറ്റാലും വാദിക്ക് പരിക്കേറ്റാലും സാക്ഷികൾക്ക് പരിക്കേറ്റാലും അതിന് മറുപടി പറയേണ്ടത് പോലീസാണ്. അതുകൊണ്ട് പ്രതിയുടെ ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ അത് പോലീസ് എഴുതും, സാക്ഷികളെ സ്വാധീനിക്കുമെങ്കിൽ അത് എഴുതും, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റാർക്കെങ്കിലും അത് ബാധിക്കുമെങ്കിൽ അത് എഴുതും. അതിലെ വാചകങ്ങളുടെ ഘടന നോക്കിയിട്ട് പോലീസ് വലിയ വീഴ്ച വരുത്തി എന്ന രൂപത്തിൽ ചിത്രീകരിക്കുകയല്ല വേണ്ടത്. അങ്ങയുടെ വാദത്തിന്റെ ബലമായി പറയുന്നത് നാട്ടുകാരങ്ങ് കൈകാര്യം ചെയ്യുന്ന പറയുന്നതാണ്. അതൊരു പ്രതികരണം മാത്രമാണ്. അങ്ങനെ കേരളത്തിൽ നടക്കുമോ? അങ്ങനെ നടക്കുന്ന ഒരു നാടാണ് കേരളം എന്ന അഭിപ്രായം 2016 മുതലുള്ള കേരളം അങ്ങനെയാണ് എന്നൊരു അഭിപ്രായം അരുണിനുണ്ടോ? പുറത്തിറങ്ങുന്ന പ്രതികളെ ഈ നിയമവ്യവസ്ഥയിലും ഭരണ സംവിധാനത്തിലും സർക്കാരിലും വിശ്വാസമില്ലാതെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? 2016 മുതലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ മതി, ഉണ്ടോ? ഒറ്റ കാര്യം, താങ്കൾ ഇപ്പൊ ഈ ചർച്ചയിൽ 4 തവണയാണ് രാഹുൽ ബാങ്കൂട്ടിന്റെ വാചകം കോട്ട് ചെയ്തത്. അങ്ങേക്കൂട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞ വാചകം 4 തവണ കോട്ട് ചെയ്യുമ്പോൾ ഈ ചർച്ച എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും രാഹുൽ അവിടെ പറഞ്ഞതൊരു കാര്യമാണ്. അങ്ങയുടെ ലക്ഷ്യം മനുവിനെ പറ്റി അങ്ങ് പറഞ്ഞപ്പോഴും അതേ മനുവിനെ പറ്റി അങ്ങ് പറഞ്ഞപ്പോഴും അതേ രൂപത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അരുണെ, മനുവിനെ പറ്റി പറഞ്ഞപ്പോഴും അതേ രൂപത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്.
അല്ലല്ലല്ല, ഏത് ജനപ്രതിനിധി ആയാലും വസ്തുതകൾ പറഞ്ഞാൽ അംഗീകരിക്കും, രാഷ്ട്രീയം പറഞ്ഞാൽ അതിന് രാഷ്ട്രീയമായിട്ട് കാണും. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് മനുവിനെ പറ്റി ഞാൻ പറഞ്ഞ വാചകങ്ങൾ അങ്ങ് കേട്ട് കാണുമെന്നാണ്. അല്ലല്ല, മനുവിനെ പറ്റി ഞാൻ പറഞ്ഞ വാചകങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. കെ ബാബു MLA പറഞ്ഞത്, ഞാൻ എന്താ ചെക്കുട്ടി മാഷോട് ചോദിച്ചത്, ആർജവമുള്ള നിലപാട് കെ ബാബു എടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ ചർച്ചയിൽ എല്ലാ വാചകങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ ചർച്ചയെ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ആരൊക്കെയാണ്, പോലീസിനെ നിശിതമായി വിമർശിക്കേണ്ടത് കടമയായി ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ഈ ചർച്ച കേൾക്കുന്നവർക്ക് പരിശോധിക്കും. ഒരാളെയും ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യില്ല. ശരി, ഈ പറയുന്ന കുട്ടികളുണ്ടല്ലോ, അഖിലയും അതുല്യയും പറഞ്ഞത്, എപ്പോഴും ഈ കേരളത്തിൽ പോലീസിന്റെ മനോവീര്യത്തെ പറ്റി പറയുന്ന മുഖ്യമന്ത്രി കേൾക്കണം. അത് അതുല്യ എന്ന കുട്ടി പറയുകയായിരുന്നു, കേരളത്തിലെ പോലീസ് സൂപ്പറാണ് എന്ന്. അത് ഏത് രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. അവസാനമായി റിജിൽ, വേഗം. ശ്രീ വേണു, എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ. 51, 41 വെട്ടുവെട്ടി പ്രതികളെ ഏത് രൂപത്തിലാണ് ഇവർ സ്വീകരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നാട്ടിൽ ഈ പറയുന്ന പ്രതി ഈ കൊടിസുനിയുടെയും തില്ലങ്കേരിമാരുടെയും മൂത്താപ്പയായി ഒരു പാവപ്പെട്ട സ്ത്രീയെ നിഷ്ഠൂരമായി കൊന്ന ഒരു കൊലയാളി, നരഭോജി കടുവയേക്കാളും വലിയ ക്രൂരനായ ഒരു കൊലയാളി പോലീസ് സ്റ്റേഷനകത്ത് നിന്ന് ഭ്രാന്തായപ്പോ അയാൾ പറഞ്ഞു വിട്ടു എന്ന് പറയുന്നത്, അയാൾ ഒരു കൊലയാളി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ല അയാൾ വന്നത്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ല ആ കൊലയാളി വന്നത്. ആ കൊലയാളിയെ പോലീസിന്റെ ഭാഗത്ത് സംരക്ഷണം കൊടുത്തു. നേരത്തെ ജനങ്ങൾക്ക് ബോധ്യമാകും. ഞാൻ പറയട്ടെ, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ പോലീസ് എടുക്കണം, നടപടി എടുക്കാതെ കേരളത്തിന്റെ പോലീസ് അത് ഈ കേരളം കാണുന്നുണ്ട്. കൊലയാളികൾക്ക് ഈ രാത്രിയിൽ കേരളം കാണുന്നത് ചെരുപ്പ് തൂക്കിയിട്ടത് അന്വേഷിച്ചു പോകുന്ന, മാങ്ങ കടിക്കാൻ ചെറുപ്പക്കാരെ നിർബന്ധമായി വിളിച്ചു വരുത്തുന്ന പോലീസിന്റെ തുടർച്ചയെ തന്നെയാണ്. കാരണം ജനം എവിടെയുണ്ട്, ഈ പറയുന്ന ചെന്താമരയെ കണ്ടു എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഹാലിളകി പോകുന്ന പോലീസിനെയാണ് ഈ രാത്രിയിലും കേരളം കാണുന്നത്. അതുകൊണ്ട് അതുല്യ പറഞ്ഞതാണ് ശരി, കേരളത്തിലെ പോലീസ് അരുണെ സൂപ്പറാണ്. ഞാൻ ഈ സ്പെഷ്യൽ എഡിഷന്റെ ഈ ചർച്ച അവസാനിക്കുകയാണ്.